പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ ദൈവം മെസൊപ്പൊത്താമിയയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. ഞാൻ നിനക്ക് കാണിച്ചു തരുവാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാൻ, ഞാൻ അവിടെ നിന്നെ വലിയൊരു ജാതിയാക്കും. അവൻ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആ ദേശത്തെ അവകാശമാക്കും. ആ ദേശത്തിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കി, വലിയൊരു വംശമാക്കി, വലിയൊരു ജനമാക്കി തീർത്ത് സകലരുടെയും മുൻപിൽ നീ ആദരണീയനാകും, ബഹുമാന്യനാകും എന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടി പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്രഹാമിനെ മെസൊപ്പൊത്താമിയയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതുപോലെ നമ്മെയും ആത്മീകമായി ചിന്തിക്കുമ്പോൾ ചില മെസൊപ്പൊത്താമിയയുടെ അടിമത്തരത്തിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന്, തെറ്റായ ധാരണയിൽ നിന്ന്, തെറ്റായ വീക്ഷണത്തിൽ നിന്ന്, തെറ്റായ അറിവിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാനിരിക്കുന്ന ഒരു ദേശത്തെക്കുറിച്ചൊരു പ്രത്യാശ തന്ന് നമ്മെയും വിളിച്ചതിനാലാണ് ഈ വചനം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 3ഉം 4ഉം വാക്യം. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അബ്രഹാമേ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അതെന്താണ് ഈ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ഒരു നിയമത്തിൻ്റെ ശബ്ദം അതിൽ അടങ്ങുന്നില്ലല്ലോ. എങ്ങനെയാണ് അതിനെ ആ ഒരു വാക്കിനെ നിയമമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? ദൈവം അവനോട് പറയുന്നത്, നീ ബഹുജാതികൾക്ക് പിതാവാകും എന്നത് എനിക്ക് നിന്നോടുള്ളതായ ഒരു നിയമമാണ്. അപ്പോൾ നിയമം ആയപ്പോൾ അതിൻ്റെ അർത്ഥം നീ ഇനിയും നിന്റെ സ്വന്തം ജാതിക്കാർക്കും സ്വന്തം ദേശത്തിനും സ്വന്തം വംശത്തിനും വേണ്ടി മാത്രം ചിന്തിക്കുന്നവനും സംസാരിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമല്ല, എന്നാൽ ഞാൻ നിന്റെ മുൻപിൽ കൊണ്ടുവരുന്നതായ സകല ജാതികളെയും നീ മക്കളെന്ന പോലെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തേണ്ടത് എൻ്റെ സന്നിധിയിൽ നിനക്ക് ചെയ്യേണ്ടതായ ഉത്തരവാദിത്തം. പ്രൈസ് ദി ലോർഡ്. അതുവരെയും അബ്രഹാം അങ്ങനെ ഒരു ചിന്താഗതി അവനിലില്ലായിരുന്നു. കാണിച്ചു കൊടുക്കുവാനിരിക്കുന്നതായ ദേശത്ത് ദൈവം അവൻ്റെ സന്തതിയെ കടൽക്കരയിലെ മണൽ പോലെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം അബ്രഹാമിൻ്റെ രക്തത്തിൽ നിന്നുണ്ടാകുന്നതായ സന്തതികളായിരിക്കുമെന്ന് അബ്രഹാം ഒരു സ്വപ്നം കണ്ടു കാണും. ഇല്ല, അവൻ്റെ സ്വപ്നത്തിന് വിരോധമായി, ആശയ്ക്ക് വിരോധമായ ആശയോട് അവൻ്റെ വിശ്വാസത്തെ ദൈവത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവം അവനോട് പറയുകയാണ്, നീ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നതായ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്ത നിയമമാണ്. ഇനിയും നീ നിനക്ക് വേണ്ടി ഉള്ളവൻ മാത്രമല്ല, സകല ഭൂതലത്തിലുമുള്ളതായ ജാതികൾക്കും പിതാവായിരിക്കയാൽ നിന്റെ വാക്കുകൾ അവരോടുള്ളതായ സമീപനത്തിൽ ഒരു പിതാവെന്ന പോലെയായിരിക്കണം. ദൈവത്തിന് മഹത്വം. ആകാശത്തിന് കീഴിലുള്ളതായ സകല വംശങ്ങളെയും അബ്രഹാമിൽ കൂടെ ഒരു ജാതിയാക്കിക്കൊണ്ട്, ഒരു പിതാവാക്കിക്കൊണ്ട് അവനിൽ കൂടെ ഒരു വിശ്വാസത്തിൻ്റെ സന്തതികളെ ഉൽപ്പാദിപ്പിച്ച് ആ വിശ്വാസത്തെ ക്രിസ്തുയേശുവിൽ കേന്ദ്രീകരിക്കുന്ന മഹത്തായ പദ്ധതിയാണ് ദൈവം അബ്രഹാമിൽ കൂടെ രൂപം കൊടുത്തത്. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഇനിയും നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. പുതിയ നിയമ വിശ്വാസികളോട് ദൈവത്തിനുള്ളതായ നിയമം അതാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പണ്ട് നിങ്ങൾക്കുള്ളവരായിരുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ളവരായിരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളവരായിരുന്നു, നിങ്ങളുടെ ദേശത്തിന് വേണ്ടിയും നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ ഉപദേശത്തിന് വേണ്ടിയും മാത്രം നിൽക്കുന്നവരായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. നിന്റെ ഉപദേശത്തെ, നിന്റെ അറിവിനെ, നിന്റെ ജ്ഞാനത്തെ, നിന്റെ ആ ഒരു ധാരണയെ എല്ലാം ഞാൻ വിലയ്ക്ക് വാങ്ങി. ഇനിയും നീ താന്താങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമുള്ളവരല്ല, ദൈവത്തിൻ്റെ മന്ദിരമായി ഞാൻ നിന്നെ മാറ്റിയിരിക്കുന്നു. എന്താണ് ഈ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ?
ദൈവവും നീയുമായി മാത്രം വാസം ചെയ്യുന്ന ഒരു വസ്തുതയാണോ ദൈവത്തിൻ്റെ മന്ദിരം? അല്ല. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ സകല വംശങ്ങളും അവൻ്റെ ആലയത്തിൽ ആരാധനയ്ക്കായി കടന്നു വരും. ആരാധനയുടെ കേന്ദ്രീകരണം നിന്നിൽ കേന്ദ്രീകരിച്ച് വികസിപ്പിക്കുവാൻ ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങി. ലോകത്തിൽ നിന്നും, ലോകക്കാരിൽ നിന്നും, ജാതികളുടെ ഇടയിൽ നിന്നും, നിന്റെ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും, സ്വന്തം ചിന്താഗതിയിൽ നിന്നും ദൈവം നിന്നെ മഹത്തായ ഒരു വില കൊടുത്ത്, വിലയേറിയ വിലയായി നിന്നെ വിലയ്ക്ക് വാങ്ങിയിട്ട് ദൈവത്തിൻ്റെ മന്ദിരമാക്കി സകല വംശങ്ങളും നിന്നിൽ കൂടെ ആരാധനയുടെ ശബ്ദം കേൾക്കേണ്ടതിന്. അങ്ങനെ ദൈവത്തിൻ്റെ മന്ദിരം അങ്ങനെ ദൈവസന്നിധിയിൽ ശോഭിക്കപ്പെടുന്നു. നോക്കൂ, കർത്താവ് ശിഷ്യന്മാരോടും ജനത്തോടും ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ ഒരു നല്ല വിത്തെടുത്തിട്ട് ഒരു നല്ല നിലത്തിട്ടു, അത് വളർന്നു പൊങ്ങി ആകാശത്തിലെ സകല വൃക്ഷങ്ങളെക്കാളും ഉയരമുള്ള ഒരു മഹത്തായ ഒരു ഗ്രേറ്റ് ട്രീ, ഒരു മഹത്തായ വൃക്ഷമായി തീർന്നു. ആ വൃക്ഷം പോലെ വേറൊരു വൃക്ഷം വളർന്നില്ല. അതിന് ശാഖകൾ വന്നു, ഇലകൾ വന്നു. അത് വലിയൊരു വൃക്ഷമായി, അതിശയകരമായി ഭൂമിയെ മുഴുവനും അതിശയിപ്പിക്കുന്ന ഒരു വൃക്ഷമായി രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ കീഴിൽ, അതിൻ്റെ തണലിൽ കാട്ടിലെ മൃഗങ്ങളും ഇഴജാതികളും സകലതും വന്ന് അതിൻ്റെ തണലിൽ കിടന്നു. ആകാശത്തിലെ പറവജാതികൾ അതിൽ വന്ന് കൂടുവെച്ചു. സ്വർഗരാജ്യത്തിൻ്റെ അടയാളം പറയുക. ശ്രദ്ധിച്ചു നോക്കൂ. നല്ല നിലത്ത് വളർന്ന് പൊങ്ങി സകല വൃക്ഷത്തെക്കാളും പൊങ്ങിയതായ ഒരു അബ്രഹാം, ഈ വൃക്ഷം അബ്രഹാമിനെ കാണിക്കുന്നു. ഈ അബ്രഹാമിൻ്റെ തണലിൽ, ആ അപ്പൻ്റെ ആ നാമധേയത്തിൽ, ആ പിതൃത്വത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനേക കാട്ടുജാതികളും പറവജാതികളും സകല വംശങ്ങളും വന്ന് അതിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നു. ഇതാണ് സ്വർഗരാജ്യം. അപ്പോസ്തലനായ പൗലോസ് ഇത് തന്നെയാണ് കൊരിന്ത്യ സഭയോട് പറയുന്നത്. കൊരിന്ത്യ സഭ പണ്ട് അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ, അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് വേണ്ടി മാത്രം യാചന കഴിക്കുന്നവർ, അവർക്ക് വേണ്ടി മാത്രം കരുതുന്നവരും സമ്പാദിക്കുന്നവരും, സ്വന്തം കുഞ്ഞുങ്ങൾക്കും സ്വന്തം കുടുംബത്തിനും. എന്നാൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവരോട്, ജനങ്ങളോട് കർത്താവ് ഉപദേശിച്ചത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്നവനാർ, അവനാണ് എൻ്റെ പ്രമാണത്തെ ആചരിക്കുന്നവൻ. നോക്കൂ, കർത്താവ് ദൈവം നമ്മോട് ചെയ്യുന്നതായ ആ ഉടമ്പടിയുടെ മഹത്വത്തിൻ്റെ ചുരുളഴിയുന്നത് അങ്ങനെയാണ്. നമ്മെപ്പോലെ നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നതായ ജാതി, വംശം, ഭാഷ, നിറം, വ്യത്യാസങ്ങൾ ഇതൊന്നുമില്ലാതെ, വലിപ്പച്ചെറുപ്പം ഒന്നുമില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ കാണുമ്പോൾ, ഓ ദൈവം എനിക്ക് അവർക്ക് പിതാവായിരിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കേണ്ടതിന് എന്നോട് ചെയ്തതായ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ അവസ്ഥ. മനുഷ്യ ഹൃദയങ്ങളിൽ ഈ ഒരു ഉണർവ് വരുമ്പോഴാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുന്നത്. ഇത് അബ്രഹാമിൽ കൂടെ ദൈവം സ്ഥാപിച്ചു. അബ്രഹാമിനോട് ദൈവം പറയുന്നതായ വാക്ക്, അബ്രഹാമേ, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിനക്ക് ഈ ദേശമൊക്കെ ഞാൻ നിനക്ക് തരും, സൗജന്യമായി തരും, നീ വലിയ ജാതിയാകും, വംശമാകും, അതാകും ഇതാകും എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അബ്രഹാമിനോട് പറയുന്നു, ഇതൊക്കെയാണെങ്കിലും എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, വ്യക്തിപരമായ ഒരു നിയമമുണ്ട്. സാമ്പത്തികമായിട്ടുള്ളതായ ഭദ്രത വേറെ, എന്നാൽ വ്യക്തിപരമായിട്ടുള്ളതായ ഒരു ഉടമ്പടി വേറെ. സമ്പത്തിനെയും യശസ്സിനെയും ഉയർച്ചയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ദൈവവും നമ്മളുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് ദൈവം വരികയാണ്. എന്താണെന്നറിയാം? നീ സകല ജാതികൾക്കും പിതാവാകും. ദൈവം നമ്മെ സകലർക്കും പിതാവായി ദൈവം നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ കൂടെ നാം പിതൃത്വ സ്വഭാവമുള്ളവരാണ്, ആദരിക്കുന്നവർ. കുഞ്ഞുങ്ങളെ പോലെ മറ്റുള്ളവരെ കാണുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, അയൽക്കാരെയും കാണുന്നവരെയും ഒരു വ്യത്യാസവും കൂടാതെ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്കുള്ള പ്രവേശന അനുമതി കൊടുത്ത്, സംരക്ഷണം കൊടുത്ത്, പ്രാർത്ഥിച്ച് അവരെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി ചിന്തിക്കുന്ന, ഭാരപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഭാരപ്പെടുന്നതായ ഒരു പിതൃത്വ സ്വഭാവം. അതാണ് ദൈവവും നമ്മളുമായിട്ടുള്ള ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിൽ വളർന്നുയരുന്നതായ ആ വൃക്ഷത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ആ ഉദാഹരണങ്ങളെല്ലാം അബ്രഹാമിനോട് ദൈവം, പിതാവായ ദൈവം അബ്രഹാമിനോട് എന്ത് പറഞ്ഞോ അതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, മനസ്സിലാകുന്നതായ ഉപമയിൽ കൂടെ, ഉദാഹരണങ്ങളിൽ കൂടെ, സരളമായ ഭാഷയിലും വ്യാഖ്യാനത്തിലും തൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെയും വിശുദ്ധന്മാരിൽ കൂടെയും കർത്താവിൽ കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൻ കീഴിലൊക്കെയും അതെല്ലാം നമുക്ക് വ്യക്തമായി ദൈവം വെളിപ്പെടുത്തി തന്നു. എന്താണ് ഈ വെളിപ്പാടെന്ന് പറയാം? ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇനിയും നാം താന്താങ്ങൾക്കുള്ളവരല്ല,
നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ ചിന്താഗതി, നമ്മുടെ ഭാരം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ യാചനം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം മറ്റുള്ളവർക്കും കൂടെയാണ്. കർത്താവ് ശിഷ്യന്മാരോട് ഒരിക്കൽ ചോദിക്കുകയാണ്, ഈ ജനങ്ങൾക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ശിഷ്യന്മാരോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രമുണ്ട്. ഈ കാട്ടിൽ ഇതല്ലാതെ ഈ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാൻ ഞങ്ങൾ എവിടെ നിന്ന് കരുതാനാണ്? പക്ഷെങ്കിൽ കർത്താവ് അവരോട് പറയാണ്, ഇല്ല, അവരെ വിശന്നവരായി പറഞ്ഞയപ്പാൻ എനിക്ക് മനസ്സില്ല. അവർ ഒരുപക്ഷെങ്കിൽ വഴിയിൽ തളർന്നു പോയേക്കും, അതുകൊണ്ട് അങ്ങനെ അവരെ എനിക്ക് വിടാൻ മനസ്സില്ല. അവർ എൻ്റെ ജനമാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തേ മതിയാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്നിലുള്ളത് എൻ്റെ കയ്യിൽ കൊണ്ടുവരിക, ഞാനതിനെ വർദ്ധിച്ചു വലുതാക്കും. ഞാനത് സകലർക്കും ഭക്ഷിപ്പാൻ അത് മതിയായതായി തിന്ന് തൃപ്തിയായി തീർക്കണം. അവിടെ വലുതായ ഒരു പ്രവൃത്തിയെ ഞാൻ ചെയ്യും. നോക്കൂ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയെ, നമ്മുടെ ദർശനത്തെ, നമ്മുടെ ഉപദേശത്തെ, നമ്മുടെ വിവേകത്തെ, നമ്മുടെ ജ്ഞാനത്തെ കൊണ്ടുവരുന്നവൻ ഏവനോ അവനിൽ കൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നാം നമുക്ക് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അബ്രഹാമിൽ കൂടെയുള്ളതായ രക്ഷയെ, വിശ്വാസത്തിൻ്റെ മാർഗത്തെ, ആ പിതൃത്വ സ്വഭാവത്തെ, ക്രിസ്തുവേശുവിലുള്ള ബന്ധത്തെ, ഇസ്രായേൽ പൗരതയോടുള്ളതായ ബന്ധത്തെ നമുക്ക് അർഹമാക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ആഴത്തിലേക്ക് ഇറങ്ങി വലയിറക്കി മീനെ പിടിക്കുന്നതായ മത്സ്യക്കൂട്ടത്തെ, പെരുത്ത മീൻകൂട്ടത്തെ പിടിക്കുന്നവരായി ഉപദേശത്തിൻ്റെ ശ്രേഷ്ഠതയിൽ കർത്താവ് നാം തന്നെ മാത്രം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി വിളിച്ചതല്ല. നാം നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നവരും ചിന്തിക്കുന്നവരുമല്ല. എന്നാൽ ദേശത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും സകലർക്ക് വേണ്ടിയുള്ളതായ ഒരു ഭാരം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുകയാണ്. അതാണ് ദൈവവും നമ്മളുമായിട്ടുള്ളതായ ഉടമ്പടി. നമ്മെ കേവലം രക്ഷിച്ചപ്പോൾ ദൈവം നമ്മുടെ പേർ വിളിച്ചതെല്ലാം നമ്മുമായിട്ടൊരു ഉടമ്പടിയാണ്. അബ്രഹാമേ, സാമ്പത്തികവും സൗമ്യവുമായിട്ടുള്ള സകല അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തരുമ്പോഴും അതിനിങ്ങേപ്പുറത്ത് വ്യക്തിപരമായി എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. ദൈവത്തിന് നമ്മോടൊരു നിയമമുണ്ട്. ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന ആ നിയമം അബ്രഹാമിനോട് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ എന്താണെന്നറിയാമോ? നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല, ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ എൻ്റെ മന്ദിരമാണ്. എൻ്റെ മന്ദിരത്തിൽ അനേകർക്ക് ദൈവിക ദർശനത്തെ പ്രാപിപ്പാൻ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന, അതിൻ്റെ കാവൽക്കാരായിരിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഉടമ്പടിയാണ് ക്രിസ്തുവേശുവിൽ നമുക്ക് ദാനമായി തന്നിട്ടുള്ളത്. ഈ ഉടമ്പടിയെ ആദരിക്കുന്ന മനുഷ്യരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, ഈ ഭൂമിയിൽ ദർശനം പ്രാപിച്ചവരായി കാണപ്പെടുവാൻ ദൈവം ഈ പ്രഭാതത്തിൽ വചനങ്ങളിൽ കൂടെ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.